നമസ്തേ. ഇത് കോട്ടയം ജില്ലയിലെ കുമരകം ശ്രീ കുമാരമംഗലം സുബ്രഹ്മണ്യ ക്ഷേത്രം. ഓരോ ക്ഷേത്രവും പ്രസിദ്ധമാകുന്നത് ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടായിരിക്കും. ഇവിടെയും അങ്ങനെ ഒരു പ്രതിഷ്ഠയാണ് ശ്രീനാരായണ ഗുരു തൃപ്പാദങ്ങളുടെ തൃക്കരങ്ങളാൽ പ്രതിഷ്ഠാപിതമായത്. തൃപ്പാദങ്ങൾ ആദ്യം വേലാണ് ഇവിടെ പ്രതിഷ്ഠിച്ചത്. ഇപ്പോൾ അതിനോട് ചേർന്നൊരു വിഗ്രഹം, സുബ്രഹ്മണ്യ ഭഗവാന്റെ ഒരു വിഗ്രഹവും ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഇവിടെ ഒരു പ്രാവശ്യമെങ്കിലും ദർശനം ലഭിച്ചവർക്കറിയാം ഈ ക്ഷേത്രത്തിലെ ചൈതന്യം എത്രമാത്രമാണ്. അത് വാക്കുകൾക്കും അപ്പുറമാണ്. ആചാര അനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ക്ഷേത്രം. ഇവിടെ സുബ്രഹ്മണ്യ ഭഗവാനാണ് പ്രധാന ദേവനെങ്കിലും നവഗ്രഹങ്ങളും ഭൂമിയുടെ കാവലാളായ നാഗദൈവങ്ങളുടെ സാന്നിധ്യവും ഈ ക്ഷേത്രത്തെ ധന്യമാക്കുന്നു. സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളുടെ നാമപ്പട്ടികയിൽ പ്രധാന സ്ഥാനമാണുള്ളത്. ഈ ക്ഷേത്രത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ അകത്തേക്ക് പ്രവേശിക്കാം. വരൂ. ഓം ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സ്ഫുരന്മകുടപത്രകുണ്ടല വിഭൂഷിതം സംഭഗസ്സജാഗലിതനന്ദനം കരയുവേന ശക്തിം ഭവിന്ദദാനമധുവ കടികരിതവാമവസ്ഥേസ്തതം വിഷ്ണുഭാസുരം സ്മരതുപീതാസോസാം. സമ്പന്നരായ ദേശജനങ്ങളെ, കുമരകം ശ്രീകുമാരമംഗലം ക്ഷേത്രത്തിലെ തന്ത്രിയാണ് ബ്രഹ്മശ്രീ രമല്ലൂർ ശേന്ദ്രൻ തമ്പുരാൻ. ഈ ക്ഷേത്രത്തിലെ 10-20 വർഷത്തോളമായി മേൽശാന്തിയായും തന്ത്രിയായും ഒക്കെ ക്ഷേത്രത്തിൻ്റെ സ്ഥാനങ്ങളേറ്റ് മുന്നോട്ട് പോവുകയാണ്. എന്തുകൊണ്ടും ക്ഷേത്രത്തിൽ വന്ന് ഇവിടുത്തെ സ്ഥാനങ്ങൾ ഏറ്റതിന് ശേഷം ജീവിതത്തിൽ ഉന്നതിയിലേക്ക് എത്തിച്ചേരുവാൻ, വളരെയേറെ ശ്രേഷ്ഠമായ സ്ഥാനങ്ങളിലേക്ക് എത്തുവാനും ഗുരുദേവൻ്റെയും ബാലസുബ്രഹ്മണ്യ ഭഗവാന്റെയും അനുഗ്രഹത്താൽ എനിക്ക് സാധിച്ചു. ഈ ക്ഷേത്രത്തിൽ എന്ത് കാര്യത്തിനായിട്ട് ഭക്തജനങ്ങൾ വരുന്നുവോ അവർക്കൊക്കെ അവരുടെ അഭീഷ്ടങ്ങളൊക്കെ പറയുന്നത് പോലെ ഭഗവാൻ സാധിച്ചു കൊടുക്കുക. സന്താനാഭിവൃദ്ധി, മംഗല്യ നിവൃത്തികൾ, അതോടൊപ്പം തന്നെ തൊഴിൽ സാധ്യതകൾ ഒക്കെയായിട്ട് ഒരുപാട് ഗുണങ്ങൾ ഭഗവാൻ അനുഗ്രഹമായി ചെയ്യുകയാണ്. ഏതാണ്ട് 1080 ഗുരുദേവ തൃപ്പാദങ്ങൾ കുമരകത്ത് വന്ന് വേൽപ്രതിഷ്ഠ നടത്തി. അന്ന് ഈ ദേശത്തുള്ള ജനങ്ങൾ സാധുക്കളും പാവങ്ങളും ഒക്കെ ആയിരുന്നു. അവർക്ക് വേണ്ടുന്ന ഉപദേശങ്ങൾ കൊടുക്കുകയും അതോടൊപ്പം തന്നെ താഴ്ന്ന നിലയിൽ ജീവിച്ച് ഒരു നിവൃത്തിയില്ലാഞ്ഞവർക്ക് എല്ലാം ഉണ്ടാകണം, നിങ്ങളെല്ലാം ഉണ്ടാകണമെന്ന് വിചാരിച്ചുകൊണ്ട് പ്രവർത്തിച്ചോളൂ, നിങ്ങൾക്കെല്ലാം ഉണ്ടായിക്കോളൂ എന്ന് ഗുരുതൃപ്പാദങ്ങൾ അരുളിയ ആ വചനം ഉൾക്കൊണ്ട് ഇവിടുത്തെ ദേശജനങ്ങൾ നന്നായി പ്രവർത്തിക്കുകയും അതോടൊപ്പം തന്നെ അവർക്ക് ഏറ്റവും താഴ്ന്ന നിലയിൽ നിൽക്കുന്ന വിദ്യാഭ്യാസത്തിൻ്റെ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് കുടിപ്പള്ളിക്കൂടവും അതോടൊപ്പം തന്നെ നല്ല നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ വേണ്ടുന്ന അനുഗ്രഹങ്ങൾ കൊടുപ്പി. അതിലൂടെ ഇന്ന് ക്ഷേത്രത്തിൽ പഴനി കഴിഞ്ഞാൽ അതുപോലെ തന്നെ വളരെയേറെ പ്രാധാന്യമായുന്ന തൻകരത്തോടു കൂടിയുള്ള ഒരു മഹാക്ഷേത്രമായി തീരുവാൻ ഗുരുതൃപ്പാദങ്ങളുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് സാധിച്ചത്. ഇന്നിവിടെ ചൊവ്വാഴ്ച ദിവസങ്ങളിലെ ഒരുപാട് ഭക്തജനങ്ങൾ, ഷഷ്ടി ദിനത്തിലെ 500-ൽ മേലെ, സ്കന്ദഷഷ്ടി ദിനത്തിലെ ഏതാണ്ട് 5000-ഓളം ഭക്തജനങ്ങൾ സ്കന്ദഷഷ്ടി വ്രതം അനുഷ്ഠിക്കുവാൻ ഈ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുകയും വ്രതവും അതോടൊപ്പം തന്നെ പ്രസാദത്തിലും ഒക്കെ പങ്കെടുത്ത് മുക്തി നേടുകയാണ്. അതോടൊപ്പം തന്നെ എല്ലാ ചൊവ്വാഴ്ചയും നടക്കുന്ന പട്ടുനാരങ്ങ സമർപ്പണം ഈ ദേശത്തുള്ളവരും പുറത്തുള്ളവരുമായിട്ട് ഒരുപാട് ഭക്തജനങ്ങൾ വന്ന് ഏതാണ്ട് 21 ചൊവ്വാഴ്ചയാണ് പട്ടുനാരങ്ങ സമർപ്പണം നടക്കുന്നത്. 21 ചൊവ്വാഴ്ച വ്രതത്തോടു കൂടി വന്ന് ഭഗവാനെ പ്രാർത്ഥിച്ച് നാരങ്ങ വാങ്ങി
നടയിൽ ചെന്ന് തൊഴുത് പ്രാർത്ഥിച്ച് എന്ത് അഭീഷ്ടമാണോ നമുക്ക് സാധിക്കേണ്ടത് ആ കാര്യങ്ങൾ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഷൺമുഖസ്വാമിക്ക് 6 പ്രദക്ഷിണം ചെയ്ത് പ്രാർത്ഥനയോടുകൂടി തൃപ്പാദത്തിങ്കലെ ആ ഫലം സമർപ്പിച്ച് എന്താണോ ആഗ്രഹം അത് കൃത്യമായി 21 ചൊവ്വാഴ്ച നടത്തി കഴിയുമ്പോൾ സാധ്യമാവുന്ന ഒരുപാട് ജനങ്ങൾ വന്ന് ഞങ്ങളുടെ അഭീഷ്ടങ്ങൾ സാധ്യമായി, ജോലി സാധ്യമായി, വിവാഹം സാധ്യമായി, ഇങ്ങനെയൊക്കെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഭഗവാൻ ചൊരിയുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ക്ഷേത്രത്തിൽ നിന്ന് ദേശത്തുള്ള ഒരുപാട് ഭക്തജനങ്ങൾ അവരുടെ മക്കളും അവരുടെ സന്താന പരമ്പരകൾ ദേശത്തല്ലാതെ വിദേശത്തൊക്കെ പോയി ഉദ്യോഗസ്ഥരായി തീരുവാനും കുമരകത്ത് വിദ്യാഭ്യാസ രംഗത്ത് ഉന്നതിയിലേക്ക് എത്തിച്ചേരുവാനും അതോടൊപ്പം തന്നെ സർക്കാർ ഉദ്യോഗം ലഭിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ കുമരകത്തുന്നുണ്ട്. അതൊക്കെ ഗുരുദേവൻ്റെയും സുബ്രഹ്മണ്യ ഭഗവാന്റെയും അനുഗ്രഹം കൊണ്ട് മാത്രം ലഭിച്ചതാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തിലെ ഉത്സവം അത് 4 ശാഖായോഗത്തിൻ്റെ പ്രവർത്തകരെ കൂട്ടായ്മയോടുകൂടി ശ്രീ കുമാരമംഗലം ക്ഷേത്രം എന്ന് പറയുന്ന പ്രത്യേക ഒരു ട്രസ്റ്റാണെങ്കിലും ആ ട്രസ്റ്റിൻ്റെ കീഴിൽ 4 ശാഖയിൽ നിന്നുള്ള പ്രവർത്തകരാണ് ഇവിടുത്തെ 25ഓളം ഭരണസാരികളായി വരുന്നത്. അവരുടെ കൂട്ടായ്മ, അവരുടെ ഒത്തൊരുമ, അവരുടെ സഹകരണങ്ങൾ ഇതൊക്കെ കൊണ്ട് ക്ഷേത്രത്തിലെ ഉത്സവം ഈ ദേശത്തും പുറത്തുള്ളവർക്കൊക്കെ വലിയ ഒരു ആഘോഷമായി 8 ദിനങ്ങളിലായി നടക്കുന്ന ധ്വജാരോഹണം, അതുപോലെ തന്നെ കാവടി, തെയ്യം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ക്ഷേത്ര കലാരൂപങ്ങളോടുകൂടി നടത്തുന്ന ഉത്സവത്തിന് ഒരുപാട് ഭക്തജനങ്ങളുടെയൊക്കെ സാന്നിധ്യവും അതിനേക്കാൾ ഉപരിയായി കൊടിയേറിയ അന്ന് മുതൽ ആറാട്ട് കഴിയുന്നത് വരെയുള്ള 8 ദിനങ്ങളിലും അന്നദാനത്തോടു കൂടിയുള്ള ഉത്സവമാണ്. എല്ലാ ദിവസവും വൈകുന്നേരം ഏതാണ്ട് 7 മണി മുതൽ 10 മണി വരെയുള്ള സമയത്ത് ഇവിടെ വരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും അന്നം കൊടുത്ത് സംതൃപ്തരാക്കിവിടുന്ന ഒരു പുണ്യമായ യജ്ഞം കൂടിയാണ് തിരുവുത്സവത്തിലൂടെ നടത്തുന്നത്. അപ്പോൾ തിരുവുത്സവത്തിന് ഭക്തജനങ്ങളിലേക്ക് പങ്കാളിത്തവും അതോടൊപ്പം തന്നെ വഴിപാട് സമർപ്പണവും ഏറ്റവും കാര്യസാധ്യമായി ഓരോരുത്തരും അഭീഷ്ട കാര്യസാധ്യത്തിനായിക്കൊണ്ട് പൊൻകാവടി നേരുന്നു. പൊൻകാവടി എടുക്കുന്ന ഭക്തജനങ്ങൾക്ക് അവർ വ്രതത്തോടുകൂടി വന്ന് പൊൻകാവടി എടുത്ത് സമർപ്പിക്കുമ്പോൾ അവരുടെ അഭീഷ്ടമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ സാധ്യമാക്കി കൊടുക്കും. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളാൽ കുമരകം ശ്രീ കുമാരമംഗലം സുബ്രഹ്മണ്യ ക്ഷേത്രം ഇന്ന് ദേശത്തും വിദേശത്തും ഒക്കെയായി പേരും പെരുമയായി വളർന്നു വരുന്ന ഒരു മഹാക്ഷേത്രമായി തീരുകയാണ്. ഈ ക്ഷേത്രത്തിലെ ഭഗവാന്റെയും മറ്റുള്ള എല്ലാ ദേവീദേവന്മാരുടെയും അനുഗ്രഹം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. എല്ലാ ഭക്തജനങ്ങളും കുമരകത്ത് ശ്രീകുമാരമംഗലം ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിച്ച് നിങ്ങളുടെ അഭീഷ്ട കാര്യങ്ങൾക്ക് വേണ്ടി ഭഗവാനോട് അപേക്ഷിച്ചാൽ അത് സാധ്യമാക്കി തരുമെന്ന് ഭഗവത് നാമത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഗുരുദേവൻ്റെയും ഭഗവാന്റെയും അനുഗ്രഹം ഉണ്ടാകട്ടെ. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്ത ന്യായേന മാർഗേണ മഹിം മഹേശാഃ ഗോ ബ്രാഹ്മണേഭ്യോ ശുഭം അസ്തു നിത്യം ലോകാ സമസ്താഃ സുഖിനോ ഭവന്തു. നാഗദൈവങ്ങൾക്ക് ആയില്യം പൂജയും നവഗ്രഹങ്ങൾക്ക് നവഗ്രഹ പൂജയും ഇവിടെ നടത്തിവരുന്നു. ശ്രീനാരായണ ഗുരു തൃപ്പാദങ്ങളുടെ തിരുനട പ്രഭാതത്തിൽ 4:45 തുറക്കും. 5 മണിക്ക് സുബ്രഹ്മണ്യ സ്വാമിയുടെ ശ്രീകോവിൽ നട തുറക്കും. ആ സമയത്ത് നിർമാല്യം തൊഴാൻ നിത്യഭക്തജനങ്ങൾ ഉണ്ടാവും. അഭിഷേകം, മലർ നിവേദ്യം, ഭഗവാന് തിരുവാഭരണം ചാർത്ത്, അതിനുശേഷം 6 മണിക്ക് ഉഷപൂജയും കഴിഞ്ഞ് 7:30 മുതൽ 8 മണി വരെ പന്തിരിടി പൂജ. 10 മണിക്ക് ഉച്ചപൂജ ശേഷം നട അടയ്ക്കും. വൈകുന്നേരം 6:45 ദീപാരാധന നടക്കും. എല്ലാ ദിവസവും സമൂഹ പ്രാർത്ഥന ഉണ്ടാവും. 7:40 അത്താഴപൂജ. ശേഷം 8 മണിക്ക് പാനകപൂജ. ഈ ക്ഷേത്രത്തിലെ വിശേഷമായ പൂജയാണിത്. പാനകപൂജ സകുടുംബ പൂജ, അതായത് സുബ്രഹ്മണ്യ ഭഗവാനും പാർവതി പരമേശ്വരനും ഗണപതിയെയും ഒക്കെ സങ്കല്പിച്ചുകൊണ്ടുള്ള പാനകപൂജ. ഇതിനുവേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ഔഷധക്കൂട്ടാണ് ഭഗവാന് നേദ്യമായി സമർപ്പിക്കുന്നത്. ശേഷം തിരുനട ശുദ്ധീകരിച്ച് തൃപ്പൂക വെച്ച് ഏകദേശം 8:15 അടയ്ക്കും.
എല്ലാ സുഹൃതികൾക്കും ശ്രീനാരായണ ഗുരുതൃപാദങ്ങളുടെയും സുബ്രഹ്മണ്യ ഭഗവാന്റെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.